Hi friends, everyone Lalabradis Milek Swagam. Upon Inim Namlay channel subscribe or undangle subscribe. Okay, but Namla in the Nakamona. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തെർമോഡൈനാമിക്സിലെ എസ്എസ്ഐയും എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഒക്കെ പറഞ്ഞു. ഇന്ന് എന്താണ് എൻട്രോപ്പി, ഗിബ്സ് എനർജി, അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിപ്പിക്കുകയാണ്. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ബാക്കി രണ്ട് ടോപ്പിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോൺ ഹാബർ സൈക്കിൾ പഠിക്കണം. സമയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിടും കേട്ടോ. എന്നിട്ട് CP തമ്മിലുള്ള റിലേഷൻ ഒരു ടോപ്പിക് ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സോതെർമിക് എൻഡോതെർമിക്കിന്റെ ഡയഗ്രാം ഉണ്ട്, അതും കൂടെ നോക്കി വെക്കണം. പിന്നെ ഫസ്റ്റ് ലാ, സെക്കൻഡ് ലാ, തേർഡ് ലാ, 0th law ഓഫ് Thermodynamics, first law mathematical expression, പിന്നെ closed system, isolated system, open system, ഓക്കെ, ഐസോകോറിക്, ഐസോബാറിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്പോണ്ടേനിറ്റി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, അതിൻ്റെ ക്രൈറ്റീരിയ, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണ് എൻട്രോപ്പി എന്ന് നോക്കാം. എൻട്രോപ്പി, what is entropy? Entropy ചെയ്യുന്ന ഡെൽറ്റ എസ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ് ഇല്ലായ്മയാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങളുടെ റൂമിൽ പോയി, ഓക്കെ, നിങ്ങൾ റൂമിൽ പോയി നോക്കാം, ബുക്കൊക്കെ വലിച്ചു വാരി ഇട്ടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പറയും അവിടെ എൻട്രോപ്പി കൂടുതലാണെന്ന് പറയും. ഓക്കെ, സപ്പോസ് ചില കുട്ടികളുടെ റൂമിൽ പോയി നോക്കുമ്പോൾ ബുക്കൊക്കെ അടുക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും, അപ്പൊ നിങ്ങൾ പറയും അവിടെ എൻട്രോപ്പി കുറവാണെന്ന്. അപ്പൊ അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ എൻട്രോപ്പി കൂടുതലാണ്, അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ എൻട്രോപ്പി എന്താണ്? കുറവാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ അറേഞ്ച്മെന്റ് ഇല്ലായ്മയുടെ മെഷർ ആണ് ആരെന്ന് പറഞ്ഞാൽ എൻട്രോപ്പി, ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം ഓർ റാൻഡംനെസ്. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞ എടാ നമ്മൾ ഗ്യാസും സോളിഡും എടുത്തു. നമുക്കറിയാം സോളിഡിൽ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്, വെൽ ഡിഫൈൻഡ്, അറേഞ്ച്ഡ് അല്ലേ, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതിലാ? സോളിഡിൽ. അതേസമയം ഗ്യാസിലോ പാർട്ടിക്കിൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സോളിഡിനാണോ ഗ്യാസിനാണോ എൻട്രോപ്പി കൂടുതൽ? ഗ്യാസിനാണ് എൻട്രോപ്പി കൂടുതൽ, കാരണം ഗ്യാസിൽ എന്തില്ല? പാർട്ടിക്കിളിന് അറേഞ്ച്മെന്റ് വളരെ കുറവാണ്, സോളിഡിൽ അറേഞ്ച്മെന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എൻട്രോപ്പി സോളിഡിന് വളരെ കുറവാണ്, ഗ്യാസിന് എൻട്രോപ്പി എന്താണ്? വളരെ കൂടുതലാണ്. ഇനി സോളിഡിനാണോ ലിക്വിഡിനാണോ എൻട്രോപ്പി കൂടുതൽ? ലിക്വിഡിന്. സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? കുറവാണ്. കാരണം സോളിഡിൽ നല്ല അറേഞ്ച്മെന്റ് ഉണ്ട്, ലിക്വിഡിൽ എന്താണ്? കുറച്ച് അറേഞ്ച്മെന്റ് കുറവാണ്. അപ്പൊ സോളിഡിനാണോ ലിക്വിഡിനാണോ എൻട്രോപ്പി കൂടുതൽ? ലിക്വിഡിന്. ഇനി ലിക്വിഡിനാണോ ഗ്യാസിനാണോ എൻട്രോപ്പി കൂടുതൽ? അതും ഗ്യാസിന് തന്നെ. ലിക്വിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിന്റെ അറേഞ്ച്മെന്റ് വളരെ കുറവാണ്. ഗ്യാസിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പം ലിക്വിഡിനാണ് കുറച്ച് അറേഞ്ച്മെന്റ് കൂടുതൽ. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഗ്യാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഗ്യാസിനാണ് എൻട്രോപ്പി കൂടുതൽ. മനസ്സിലായോ? ഇതാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ. എൻട്രോപ്പി ഒരു 4 സിറ്റുവേഷൻസ് ഞാൻ പറയാം, അതിലെ എൻട്രോപ്പി കൂടുമോ കുറയുമോ നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യനിൽ എൻട്രോപ്പി എവിടെ കൂടുമോ കുറയുമോ, ഇൻക്രീസസ് ഓർ ഡിക്രീസസ് എന്ന് ഇപ്പം പറയണം കേട്ടോ. ഇത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കാം, ഫസ്റ്റ് നോക്കാം. ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻടു സോളിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്തായിട്ട് മാറിടാ? സോളിഡ് ആയിട്ട് മാറി. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറിയോ? ലിക്വിഡിനാണ് എൻട്രോപ്പി കൂടുതൽ, അഥവാ എന്തായിട്ട് മാറി? സോളിഡിനായിട്ട് മാറി. അപ്പൊ എൻട്രോപ്പി കുറഞ്ഞു. അപ്പൊ ഏതാണ്? ഡിക്രീസസ്. സംശയമൊന്നുമില്ലല്ലോ, കാരണം സോളിഡിന്റെ അറേഞ്ച്മെന്റ് കൂടുതലാണ്, എൻട്രോപ്പി എന്താണ്? കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത്, ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് റൈസ്ഡ് ഫ്രം 0 to 115 കെൽവിൻ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയാം ഐസ്, ഈ സോളിഡ് തന്നെ ഐസ് ആണ്, 0 ഡിഗ്രിയിൽ ഐസ് ആണ്. അത് 115 കെൽവിൻ ആകുമ്പോഴോ? 115 കെൽവിൻ ആകുമ്പോൾ ആയിട്ട് മാറത്തില്ല. 273 ആകുമ്പോഴേ ഗ്യാസ് ആയിട്ട് മാറും. 115 കെൽവിൻ ആകുമ്പോൾ ഐസ് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും, ലിക്വിഡ് ആയിട്ട് മാറും. അറിയാലോ, സംശയമുണ്ടോ? അപ്പൊ ഇവിടെ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു 0 കെൽവിൻ ടെമ്പറേച്ചർ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, ഈ കെൽവിനൊക്കെ മറന്നോളാം. ഐസിൽ കുറച്ച് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് സംഭവിക്കും, ഐസ് ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ അവിടെ എന്ത് കൂടും? എൻട്രോപ്പി കൂടും, കാരണം സോളിഡ് എന്ന് പറയുന്ന ഐസ് ലിക്വിഡ് ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് കൂടും? സോളിനെക്കാളും എൻട്രോപ്പി ആർക്കാ കൂടും? ലിക്വിഡിനാണ്. അപ്പൊ അവിടെ എന്ത് കൂടും? എൻട്രോപ്പി കൂടും. അപ്പൊ ഇവിടെ ഈ ക്രിസ്റ്റലൈൻ 0 കെൽവിനിൽ നിന്ന് 115 കെൽവിനിലോട്ട് മാറുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടി? എൻട്രോപ്പി ഇൻക്രീസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 മോഡ് സോളിഡ്, സോഡിയം ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് സോഡിയം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറി. ഇവിടെ റിയാക്ടന്റ് സോളിഡ് ആണ്, അവന് പ്രോഡക്റ്റ് ആയിട്ട് മാറിയപ്പോൾ അതിൽ ആരെ കൊണ്ട്? 2 ഗ്യാസ് ആൾക്കാർ വന്നു. അതുകൊണ്ട് എന്ത് കൂടി? ഈ റിയാക്ഷൻ എൻട്രോപ്പി എന്താണ്?
ഇൻക്രീസസ്. മനസ്സിലായോ? ലാസ്റ്റ് ഇതാണ് ഇത്ര ട്രിക്കി. H2 എന്ന് പറഞ്ഞ ഒരു മോളിക്കൂള് എന്തായിട്ട് മാറില്ല, 2 ഹൈഡ്രജൻ ആറ്റം, രണ്ടുപേരും ഗ്യാസാ. പക്ഷെ ഇവിടെ നോക്കട്ടെ, ഇവിടെ ആകുമ്പോൾ ഇവ അറേഞ്ച് ചെയ്യും, ഇതാ ഇങ്ങനെ ഇരിക്കും H2. ഈ ഹൈഡ്രജൻ ആറ്റം ആയപ്പോഴോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇവിടെയാണ് അറേഞ്ച്മെന്റ് ഇല്ലാത്ത, ഇവിടെയല്ലേ അറേഞ്ച്മെന്റ് ഇല്ലാത്ത എന്ന് പറഞ്ഞ് ഇവിടെ ഒറ്റ പാർട്ടിക്കിളായിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ എത്ര പാർട്ടിക്കിളായിട്ട് മാറി? 2 പാർട്ടിക്കിളായിട്ട് മാറി. അപ്പൊ പാർട്ടിക്കിളിന്റെ എണ്ണം കൂടി എന്ന് പറയുമ്പോൾ അവിടെ ആര് കൂടും? അറേഞ്ച്മെന്റ് ഇല്ലായ്മ കൂടും. അപ്പൊ ഇതിലും എൻട്രോപ്പി എന്താണ്? ഇൻക്രീസസ്. മനസ്സിലായോ? ഇത് എക്സാമിന് ചോദിക്കും, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. അങ്ങനെ ഇത്രേ ഉള്ളൂ. A reaction which takes place without the help of an external body. ഒരു എക്സ്റ്റേണൽ ബോഡിയുടെ ഹെൽപ്പോട് കൂടി അല്ല നടക്കുന്ന റിയാക്ഷൻ, ആരുടെ ഹെൽപ്പോട് കൂടി അല്ല നടക്കുന്ന റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. A reaction which takes place with the help of an external body. മറ്റൊരാളുടെ സഹായത്തോട് കൂടി നടക്കുന്ന റിയാക്ഷൻ ആണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, നമ്മൾ ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ, ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ പഞ്ചസാര എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ മതി, അത് അങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ, അല്ലേ? ഡിസോൾവ് ആയിക്കോളൂ. നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്താവും? ഡിസോൾവ് ആവും. സംശയം ഉണ്ടാവും. അതേസമയം നോൺ സ്പോണ്ടേനിയസ് എക്സാമ്പിൾ, ഡിസൊല്യൂഷൻ ഓഫ് സാൻഡ് ഇൻ വാട്ടർ. നിങ്ങൾ കുറച്ച് സാൻഡ്, മണ്ണെടുത്ത് വെള്ളത്തിലിട്ട് അത് അലിഞ്ഞ് ചേരുമോ? ഇല്ല, നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ കുറച്ച് സാൻഡൊക്കെ എന്ത് സംഭവിക്കും? ഡിസൊല്യൂഷൻ സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ അത് നോൺ സ്പോണ്ടേനിയസ്. അവിടെ നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഇവിടെ എന്ത് വേണ്ട? നിങ്ങളുടെ ഹെൽപ്പ് വേണ്ട. പിന്നെ നമ്മൾ സാധാരണ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ, നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നത്, ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? രാവിലെ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും. സ്പോണ്ടേനിയസ്. അത് നമ്മൾ ഈ ലൈറ്റ് കത്തണമെങ്കില്ല, സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ, സ്വിച്ച് ഇട്ടാലേ ഫാൻ ഇറങ്ങുള്ളൂ. അപ്പൊ അതൊക്കെ അതാണ്ട് നോൺ സ്പോണ്ടേനിയസ്. നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാളുടെ ഹെൽപ്പോട് കൂടി നടന്നാൽ നോൺ സ്പോണ്ടേനിയസ്. ആരുടെ ഹെൽപ്പോട് കൂടി ആരുടെ ഹെൽപ്പ് വേണ്ട റിയാക്ഷൻ നടക്കാനെങ്കിൽ ഏതാണ്? സ്പോണ്ടേനിയസ്. മനസ്സിലായോ? ഇതിവിടെ പറയാൻ കാരണം ഇതല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗിബ്സ് ഫ്രീ എനർജി. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി. ആ ഫ്രീ എനർജി ചേഞ്ചിനെ സിംപ്ലി നിങ്ങൾ ഡെൽറ്റ ജി കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വേറൊന്നുമില്ല. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു എ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, ആ എനർജി നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ എനർജിയെ പറയുന്ന പേരാണ് ഫ്രീ എനർജി. നമ്മൾ സിസ്റ്റത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണ് ഫ്രീ എനർജി. അതിനെ ഗിബ്സ് ഫ്രീ എനർജി എന്ന് വിളിക്കും. ഈ ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ വെച്ചാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് പറയുന്നത്. ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. ആദ്യം ഇന്ന് വേറെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ വരും, ഞാൻ പറഞ്ഞുതരും. ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. ഞാൻ പ്രോബ്ലം ഒക്കെ തന്നിട്ട് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഡെൽറ്റ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ശരി. അപ്പൊ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. എന്താണ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി? അതിൽ നമുക്ക് ഡെൽറ്റ ജിക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് ഫോർമുല. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച്, ടി ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച്. ഇതാണ് ഡെൽറ്റ ജിയുടെ റിലേഷൻ. ഇത് വെച്ച് നമുക്കറിയാം ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്. പക്ഷെ ഈ ഡെൽറ്റ ജിയുടെ വാല്യൂ ഇവന്മാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്താണെന്ന് ഇപ്പം നോക്കാം. ഞാൻ പറയാണേ. ആദ്യം ഡെൽറ്റ എച്ചിൻ്റെ ഡെൽറ്റ എസ് കാര്യങ്ങൾ അങ്ങോട്ട് എഴുതാം കേട്ടോ. ഞാൻ പറഞ്ഞ് എഴുതാം. ഫസ്റ്റ് ഞാൻ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവാണ്. ഈ രണ്ടാൾക്കാരും പോസിറ്റീവാണ്. ഞാൻ എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഞാൻ പറയാം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 5,
മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഒരു 2 എന്ന് വിചാരിച്ചോ. ഓക്കെ, 2 എന്ന് വിചാരിച്ചോ. ഓക്കെ, സംശയമല്ലോ ഉണ്ടോ? അപ്പം ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 5 എന്ന് കൊടുത്തു. ഡെൽറ്റ എസിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന്. ടിയുടെ വാല്യൂ വലുതാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി വലുതാകും. അപ്പോൾ ഈ ഹോൾ ക്വാണ്ടിറ്റി എന്താകും? നെഗറ്റീവ്. കാരണം ടി 10 എന്ന് വിചാരിച്ചോ. 10 × 2 20. 5 - 10 നെഗറ്റീവ്. അപ്പോൾ എന്തായിട്ട് മാറും? അത് സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. മനസ്സിലായി? നെഗറ്റീവ് ആവൂലേ? സംശയം ഉണ്ടോ? അപ്പൊ ടിയുടെ വാല്യൂ കൂടിയാൽ നെഗറ്റീവ് ആവും. ടി ഇവിടെ 1 എന്ന് വിചാരിച്ചോ. 1 × 2 എത്രയാടാ? 2. 5 - 2 എത്രയാടാ? 3. അപ്പൊ ഡെൽറ്റ ജി എന്താവും? പോസിറ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താകാം? നെഗറ്റീവ് ആകും. എപ്പോൾ? അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ. ഹൈ ടെമ്പറേച്ചറിൽ എന്താകും? നെഗറ്റീവ് ആവും. സെയിം കേസ് ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയാലും ആരാണ്ടാ? സ്പോണ്ടേനിയസ്. അതും കൂടെ എഴുതി പോണേ, സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താവും? പോസിറ്റീവ്. അപ്പം അറ്റ് ലോ ടെമ്പറേച്ചർ എങ്കിൽ അതേതാണ്? നോൺ സ്പോണ്ടേനിയസ്. ഞാൻ നേരത്തെ ഇട്ട് വന്ന പോലെ വേറെ എക്സാം ഞാൻ ഡെൽറ്റ എച്ച് ഞാൻ പറയാണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 100 മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസിന്റെ വാല്യൂ ഒരു 30. ടിയുടെ വാല്യൂ വലുത് കൊടുത്തേ, ഒരു 50 കൊടുത്തേ, അല്ലെങ്കിൽ 100 കൊടുത്തേ. 100 × 30 അല്ലെ 50 × 30 എത്ര? 1500 വരും. 100 - 1500 നെഗറ്റീവ് അല്ലേ? അപ്പൊ ടി കൂടുമ്പോൾ ഈ ഹോൾ ക്വാണ്ടിറ്റി എന്താ? ഇതാണ്ട് ഡെൽറ്റ ജി. ഈ ഫോർമുലയിൽ കൊടുത്തതാ. ഓക്കെ, അപ്പൊ ടിയുടെ വാല്യൂ വലുതാകുമ്പോൾ ഈ ഹോൾ ക്വാണ്ടിറ്റി എന്താകും? നെഗറ്റീവ് ആകും. ഈ ഹോൾ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയ ഡെൽറ്റ ജി നോൺ സ്പോണ്ടേനിയസ് ആകും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ടിയുടെ വാല്യൂ ചെറുത് കൊടുത്തു, ഒരു 5 കൊടുത്തു, 5 ഒരു 2 കൊടുത്തേ. 2 × 30 എത്ര? 60. അപ്പൊ 100 - 60 എത്രയാടാ? 40. പോസിറ്റീവ് അല്ലേ? അപ്പൊ ടിയുടെ വാല്യൂ ലോ ചെറുതാണെങ്കിൽ റിയാക്ഷൻ എന്തായി പോടാ? ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയി പോകും. അപ്പൊ റിയാക്ഷൻ എന്തായി പോകും? നോൺ സ്പോണ്ടേനിയസ് ആവും. മനസ്സിലായോ? സംശയം ഉണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇത് ഇത്തിരി മാത്തമെറ്റിക്കൽ പാർട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ എച്ചും എസും കൊടുക്കുക. ടി വലുത്, ടി ചെറുത്. ആ ഒരു കൺസെപ്റ്റ് മാത്തമെറ്റിക്കൽ പാർട്ടാണ്. അറിയാമെങ്കിൽ ആ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ നോൺ സ്പോണ്ടേനിയസ്. അടുത്ത ക്രൈറ്റീരിയ കൊണ്ടുവരാം. 2 നെഗറ്റീവ് കൊടുക്കാം. ഡെൽറ്റ എച്ച് നെഗറ്റീവാ, ഡെൽറ്റ എസ് നെഗറ്റീവാ. 2 നെഗറ്റീവ് ആണ്. അപ്പൊ റിയാക്ഷനിൽ കുറവാ? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് നെഗറ്റീവാ, ഡെൽറ്റ എസ് നെഗറ്റീവാ. അപ്പൊ മൈനസ് ടി ഡെൽറ്റ എസ് നെഗറ്റീവാ. ഈ നെഗറ്റീവ് എന്തൊരു മാറോടാ? പ്ലസ് ആവും. ഓക്കെ, നേരത്തെ പോലെ കണ്ടീഷൻ. ഇവിടെ ആണെങ്കിലോ ഈ ഹോൾ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആകണമെങ്കിൽ ടി കുറയണം. കാരണം ഈ ടേം കുറയണമെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഈ ടേം കുറഞ്ഞാൽ ഈ ടേം വലുതായിരിക്കും. ഹോൾ വാല്യൂ എന്താവൂടാ? നെഗറ്റീവ് ആവും. ഓക്കെ, ഇനി ടി കൂടിയാലോ ഈ ടേം വലുതാവും. അപ്പൊ ഇവനെക്കാളും വലുതാവും. അപ്പം സംഭവിക്കും ഈ ഹോൾ വാല്യൂ എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഒരു 100 ഇട്ടു, ഡെൽറ്റ എസിന്റെ വാല്യൂ 10 ഇട്ടു, ടിയുടെ വാല്യൂ 5 കൊടുത്തു. അപ്പൊ ഈ ഹോൾ വാല്യൂ എന്തായിട്ട് മാറിടാ? 50 - 50. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവായി, റിയാക്ഷൻ സ്പോണ്ടേനിയസ്. അതേസമയം ടിയുടെ വാല്യൂ 5ന് പകരം ഞാനൊരു 50 കൊടുത്തു. അപ്പൊ ഇത് എത്ര ആയിട്ട് മാറിടാ? 500 - 100 + 500 എത്രയാടാ? 400. അപ്പൊ ഡെൽറ്റ ജി എന്തായിട്ട് മാറിടാ? പോസിറ്റീവ് ആയിട്ട് മാറി, നോൺ സ്പോണ്ടേനിയസ്. അപ്പൊ ഈ കേസിൽ ടി കൂടിയാൽ നമ്മൾ നെഗറ്റീവ് കൊടുത്താലും സംഭവിക്കും. നെഗറ്റീവ് കൊടുക്കുമ്പോൾ 2 നെഗറ്റീവ് കൊടുക്കുമ്പോൾ എന്താണ്? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. എപ്പോൾ? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവന് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇവൻ നെഗറ്റീവ് ആവും. ഇവന് ഡെൽറ്റ എസ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിട്ട് മാറി അല്ലേ? ഓക്കെ, ഡെൽറ്റ ജി എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ഈ ടേം ചെറുതായിരിക്കുമ്പോൾ, അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പൊ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ്. ഓക്കെ, 2 നെഗറ്റീവ് തന്നെയാണ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആകും എപ്പോൾ? ടി കൂടിയാൽ, അറ്റ് ഹൈ ടെമ്പറേച്ചർ.
ആ സമയത്ത് റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആണ്. സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? സ്പോണ്ടേനിയസ് നോൺ സ്പോണ്ടേനിയസ് ഇങ്ങോട്ട് സൈൻ. ഇതാരാണ്? സ്പോണ്ടേനിയസ്. ഇത് റിയാക്ഷൻ എന്താണ്? നോൺ സ്പോണ്ടേനിയസ്. ഓക്കെ, ഇനി മാറ്റി കൊടുക്കാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. റിയാക്ഷൻ ചെയ്ത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്നാ പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എസ് പോസിറ്റീവ് എന്നാ പറയുന്നത്. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും. അപ്പൊ എന്താ ഇങ്ങനെയല്ലേ? അപ്പൊ ഈ ടിയുടെ വാല്യൂ എന്ത് വന്നാലും ഹോൾ വാല്യൂ എപ്പോഴും എന്തായിരിക്കോടാ? നെഗറ്റീവ് ആയിരിക്കും. ടി 1 വന്നാൽ 2 വന്നാലും 3 എന്തായാലും ഹോൾ വാല്യൂ എപ്പോഴും എന്തായിരിക്കോടാ? ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ്, ഈ ടൈം നെഗറ്റീവ്. ടി കൂടിയാലും കുറഞ്ഞാലും ഹോൾ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വിച്ച് മീൻസ് ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് അറ്റ് എനി ടെമ്പറേച്ചർ. റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ്. ഇനി തിരിച്ചു കൊടുക്കാം. ഇവനെ പോസിറ്റീവും ഇവൻ നെഗറ്റീവും കൊടുക്കാം. ഓക്കെ, അപ്പൊ again ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഡെൽറ്റ എച്ച് ഇവിടെ പോസിറ്റീവ്, ഡെൽറ്റ എച്ച് മൈനസ് ടി. ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ? മൈനസ് ഡെൽറ്റ എസ്. ഈ മൈനസും കൂടെ പ്ലസ്. അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റി എന്തായി? ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പൊ ടോട്ടൽ വാല്യൂ നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും പ്ലസ് അല്ലേ? അപ്പൊ ഡെൽറ്റ ജി എന്തായി മാറൂടാ? പ്ലസ്. ഏത് ടി എടുത്താലും അറ്റ് എനി ടെമ്പറേച്ചർ, അറ്റ് എനി ടെമ്പറേച്ചർ. വിച്ച് മീൻസ് ഡെൽറ്റ ജി പോസിറ്റീവ് ആയ റിയാക്ഷൻ ആരാണ്? സ്പോണ്ടേനിയസ്. റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ്. മനസ്സിലായോ? സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ്. ഇത് മനസ്സിലായോ? ഇതാണ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ്. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി എന്നൊക്കെ പറഞ്ഞ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. അത്രേ ഉള്ളൂ. അത് റിയാക്ഷനിൽ ഏതൊക്കെ സമയത്ത് സ്പോണ്ടേനിയസ് ഡെൽറ്റ ജി പോസിറ്റീവോ നെഗറ്റീവോ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു മാത്തമെറ്റിക്കൽ പാർട്ട് അറിയാവുന്ന കൊച്ചിന് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അത് മനസ്സിലായില്ല എങ്കിൽ ഇത് കാണാതെ പഠിച്ചു വെക്കാം, എക്സാമിന് ചോദിക്കും. മനസ്സിലായോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഭയങ്കര ടോപ്പിക്കാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. മനസ്സിലായോ? ശരി.